റൈറ്റ് സൈഡിലേക്ക് ഇത് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇത് ലെഫ്റ്റ് സൈഡിലേക്കാണ് ചെയ്യേണ്ടത്. ലെഫ്റ്റ് സൈഡിലേക്കായി മറ്റേ സൈഡും കൂടെ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഏറ്റവും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇരിക്കുന്ന ജസ്റ്റ് നമുക്ക് പ്രത്യേകം നോക്കണം. പുറകിൽ ഇങ്ങനെ തന്നെ ഇരിക്കുന്നു എന്ന് വെച്ചാലേ കറക്റ്റ് ആകുള്ളൂ. ഇത് നമ്മൾ ഇങ്ങനെ ഇരിക്കണം. ഒരു ഭാഗം ഇങ്ങനെ ഇരുന്ന ഭാഗം എടുത്ത് താഴേക്ക് വെക്കുക, മറ്റേ ഭാഗവും അങ്ങനെ തന്നെ സെയിം ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റേ ഭാഗം ചെയ്യാം. മറ്റേ ഭാഗവും അങ്ങനെ പോലെ എടുത്ത് ഫസ്റ്റ് ഇങ്ങനെ എയറോപ്ലെയിൻ റൂട്ടാക്കി എടുത്ത് ചെയ്യണം. എന്നിട്ട് അപ്പൊ ഈ ഭാഗം റെഡിയാവുന്ന റെഡി. നമ്മൾ ഇനിയും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെയും താഴേക്ക് എടുക്കുക. എന്നിട്ട് ഈ ലൈനിലേക്ക് കൊണ്ടുവന്ന് മടക്കുക. മറ്റേ സൈഡും അങ്ങനെ ചെയ്യുക. ഈ മറ്റേ സൈഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇത്രയും ഭാഗം റെഡി. അത് താഴേക്ക് ഇട്ട് തന്നെ മടക്കി വെച്ചാൽ മറ്റേ ഭാഗം കൂടെ ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കണം. നമുക്ക് താഴേക്ക് മടക്കി സംഗതി ഇത്രയും രണ്ട് ഭാഗം റെഡി ആയി കിടക്കും. നമുക്ക് ഇനിയും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ രണ്ട് ഭാഗം, ഒരു ഭാഗം നേരെ വെക്കുക, മറ്റേ ഭാഗം ഇങ്ങനെ വെക്കുക. എന്നിട്ട് ചെയ്യേണ്ടത് ഈ ഭാഗം എടുത്ത് താഴേക്ക് വെക്കുക, മറ്റേ ഭാഗം എടുത്ത് അകത്തേക്ക് വെക്കുക. മറ്റേ മൂന്നാമത്തെ ഭാഗം എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുക. അങ്ങനെ ചെയ്യുക. നാലാമത്തെ ഭാഗം കൂടെ ആവുന്നില്ലെങ്കിൽ ഇച്ചിരി ചരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുക. നമ്മുടെ ഐറ്റം റെഡി. ബൈ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി എയറോപ്ലെയിൻ ഉണ്ടാക്കണോ, ട്രാൻസ്ഫോമിംഗ് നിഞ്ച സ്റ്റാർ ഉണ്ടാക്കണോ, അതോ ഇങ്ങനത്തെ നിഞ്ച സ്റ്റാർ ഉണ്ടാക്കണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.